ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രെഡും ന്യൂട്രലും വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ആദ്യം തന്നെ ഇവിടെ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂട്രൽ എടുത്തിട്ട് ബ്രെഡിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ന്യൂട്രലിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര വെച്ചാൽ ആവാട്ടോ. ഒരുപാട് ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. അപ്പോൾ ഞാനിതവിടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഈ സ്നാക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്ക് തന്നെയാണ്. നമുക്കിത് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതാ ഞാനിതിവിടെ മുഴുവനായിട്ട് തന്നെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ മറ്റൊരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതാ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ബട്ടറൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്കൊന്ന് പാനിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പഞ്ചസാര ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതാ ബ്രെഡിൻ്റെ ഈ ഭാഗത്തും ഇതുപോലെ പഞ്ചസാര ഒന്ന് വിതറി കൊടുക്കുക. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുട്ടോ. ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ പഞ്ചസാര ഉള്ളതിനെ കൊണ്ട് തന്നെ അത് വേഗം തന്നെ അത് കുക്കായി ഒന്ന് മെൽറ്റായി കിട്ടും. അപ്പം നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക. പിന്നെ കാരമൽ ആയതിനെ കൊണ്ട് തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കെയർ ചെയ്തിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പാൽപ്പൊടി വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് വിതറി കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതാ ഞാൻ കുറച്ച് പിസ്ത എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്.